ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ലിവർ ഫ്രൈ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 500 ഗ്രാം ചിക്കൻ ലിവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പില വേണം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ലിവറിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാൻ മറന്നു പോകരുത്. ഈ പൊടികളെല്ലാം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയുള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാന് വെച്ച് ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ വേറെ ഓയിൽ ചേർക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കോക്കനട്ട് ഓയിൽ തന്നെയായിരിക്കും. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇനി അതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമ്മുടെ മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുള്ള ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ലിവർ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും ഗ്രേവി വേണ്ട, നല്ല ഡ്രൈ ആയിട്ട് വേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.